അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് UDF നേതൃത്വം എത്തുകയാണ്. ഇപ്പോൾ PV അൻവറിന്റെ വസതിയിൽ നിന്നും തത്സമയം സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുകയാണ്. സച്ചിൻ, ജോയ് എന്നുള്ള പേരായിരുന്നു അൻവർ മുന്നോട്ട് വെച്ചത്. അത് ഷൗക്കത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ മത്സരിക്കാനുള്ള സാധ്യത പോലും അൻവർ തള്ളിക്കളഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതാ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ഷൗക്കത്ത് എന്ന പേര് അന്തിമമാകുന്നു. ഇനി PV അൻവർ വീണ്ടും മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യതകളും സൂചനകളുമാണോ കാണുന്നത്? അസിത, വലിയൊരു തിരിച്ചടി തന്നെയാണ് PV അൻവറിന് ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം PV അൻവർ ഈ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി ജോയെ നിർത്തണമെന്ന കാര്യം UDFന് മുന്നിൽ വെച്ചിരുന്നു. ഇത്തരം ഒരു ഉപാധി വെച്ചുകൊണ്ടാണ് UDFനൊപ്പം ചേരാൻ വേണ്ടി PV അൻവർ തയ്യാറായത്. തൃണമൂൽ കോൺഗ്രസിനെ UDF മുന്നണിയിലേക്ക് എടുക്കണം എന്ന ആവശ്യവും UDFന് മുന്നിൽ PV അൻവർ വെച്ചിരുന്നു. ഇതിനൊക്കെ പാടെ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ PV അൻവറിന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് വാസ്തവം. കാരണം UDFന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിന് ഏക തീരുമാനമായി ഹൈക്കമാൻഡിന് നൽകി എന്ന ഒരു വിവരവും നിലവിൽ ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വരും. ഇതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് UDFും അതേപോലെ തന്നെ PV അൻവറും കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ PV അൻവറിന്റെ എഫക്റ്റിൽ UDFന് വിജയിച്ച് കയറാം എന്നൊരു ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. എന്നാൽ അത് പാടെ തകരുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ആര്യാടൻ ഷൗക്കത്തും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ അങ്ങനെ കൂടി കാണണം. അതായത് ഇന്നലെ ഇപ്പോൾ അൻവർ പറയുന്നു ഏത് ചെകുത്താനായാലും പിന്തുണയ്ക്കും UDFന് വേണ്ടി. പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് ചെകുത്താനായാലും ഏത് ചെകുത്താനെയും പിന്തുണയ്ക്കാൻ പറ്റില്ല, ചെകുത്താനായപ്പോലും അല്പം മാന്യത വേണം. ആ നിലയിലൊരു പ്രതികരണം അത് ഷൗക്കത്തിനെ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു. പക്ഷെ എന്തായാലും വീണ്ടും ഈ നീക്കങ്ങൾ ആര്യാടൻ കുടുംബത്തെ കേന്ദ്രീകരിച്ച് തന്നെ കോൺഗ്രസിൽ എത്തുന്നു എന്നൊരു പ്രസക്തി കൂടി ഉണ്ട് അതിന്. അപ്പോൾ അൻവർ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായും അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അൻവറിന്റെ വൃത്തങ്ങളൊക്കെ നൽകുന്ന മറുപടികൾ എന്താണ് സച്ചിൻ? അതോ ആരായാലും പിന്തുണ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? തീർച്ചയായും രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തൊട്ട് PV അൻവർ വലിയ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിന് എതിരെയുള്ള ഒളിയമ്പുകൾ എറിഞ്ഞിരുന്നു. അതിൽ പ്രധാനമായും നേരത്തെ അസിത പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ആളും മത്സരിക്കാൻ തയ്യാറായാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. മറ്റ് 140 മണ്ഡലങ്ങളടക്കം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുണ്ട്. അവിടെയൊക്കെ പോയി മത്സരിച്ചാൽ പോരെ, എന്തിനാണ് കുത്തിത്തിരികെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് PV അൻവർ ചോദിച്ചത്. അത് ആര്യാടൻ ഷൗക്കത്തിനെ ലക്ഷ്യം വെച്ച് പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പല ആരോപണങ്ങളും PV അൻവർ ഉന്നയിച്ചിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് PV അൻവർ ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല